ഡോക്ടർ സുഷമ അജയൻ രചിച്ച അജയനോർമ്മ പ്രകാശനം ചെയ്തു. തോപ്പിൽ ഭാസിയുടെ മകനും പെരുന്തച്ചൻ സിനിമയുടെ സംവിധായകനുമായ തോപ്പിൽ അജയന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഭാര്യ ഡോക്ടർ സുഷമയുടെ അക്ഷരാഞ്ജലിയാണ് അജയനോർമ്മ. വള്ളികുന്നത്തായിരുന്നു പ്രകാശനം. വള്ളികുന്നം കാമ്പിശ്ശേരി മുക്കിലെ കൊച്ചിക്ക ചാന്നാർ സ്മാരക മന്ദിരത്തിലെ കാമ്പിശ്ശേരി കരുണാകരൻ ഹാളിലായിരുന്നു അജയനോർമ്മയുടെ പ്രകാശന ചടങ്ങ്. തോപ്പിൽ ഭാസിയുടെ മകനും പെരുന്തച്ചന്റെ സംവിധായകനുമായ തോപ്പിൽ അജയന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഭാര്യയുടെ ഓർമ്മ പുസ്തകമാണ് അജയനോർമ്മ. ഫേബിയൻ ബുക്സ് ആണ് പ്രസാധകർ. സമ്മേളനം MS അരുൺകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അവിടെ ഒരു തെരഞ്ഞെടുപ്പ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഒരു വനിതകളുടെ സമ്മേളനം നടക്കുകയാണ്. ആദ്യമായി ഒരു മകളുടെ എന്തോ സമ്മേളനം നടക്കുകയാണ്. ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞിരുന്നു. നമ്മളിപ്പോൾ കുഴഞ്ഞിരുന്ന മരണങ്ങളെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യാറുണ്ട്. ഈ ഒരുപാട് ഇടയിലായപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ വലിയ പാടാണ്. സ്റ്റേജിൽ നിന്ന് ഞാൻ ഇറങ്ങിയാൽ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ചാരമൂട് ജംഗ്ഷനിലുള്ള ഒരു ചെറിയ കേസാണ്. അവിടെ വെച്ച് ആ കുഴഞ്ഞിരുന്നാളെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു തരികയും അതേ നിലയിൽ അദ്ദേഹത്തെ പെട്ടെന്ന് കൊണ്ടുവരുന്നു. കൂടെ കയറാനാവില്ല. ഉടനെ ഡോക്ടർ കയറി അവിടെ ഇരുന്ന് CPR കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഓർമ്മ എന്തൊക്കെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടുന്ന് പിന്നെ ചാരമൂല മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. എഴുത്തുകാരൻ ഇലിപ്പുകുളം രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കവിയും UN ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ EP യശോധരൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. വിശദമായിട്ട് സംസാരിക്കുന്നതിന് അർത്ഥമില്ല. കാരണം ഈ പുസ്തകത്തിന് ഞാൻ തന്നെയാണ് അവതാരിക എഴുതിയിട്ടുള്ളത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ വളരെ സംക്ഷിപ്തമായിട്ട് ഞാൻ ഈ അവതാരികയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നതിൽ അർത്ഥമില്ല, അതൊക്കെ ആവർത്തിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എഡ്ഗർ അലൻ പോ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരനെ കുറിച്ചുള്ള ഓർമ്മയാണ്. എഡ്ഗർ അലൻ പോ ആരായിരുന്നു എന്ന് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. എഡ്ഗർ അലൻ പോ എന്ന് പറയുന്ന അമേരിക്കയിലെ കവിയായിരുന്നു, കഥാകാരനായിരുന്നു, നിരൂപകനായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരാള് കഥ എഴുതണമെങ്കിൽ അല്ലെങ്കിൽ കവിത എഴുതണമെങ്കിൽ അല്ലെങ്കിൽ നോവൽ എഴുതണമെങ്കിൽ 4 കൂട്ടം കാര്യങ്ങളാണ് ആ ആളിനെ പ്രേരിപ്പിക്കുന്നത്. അതിൽ സർവപ്രധാനമായിട്ടുള്ളത് പ്രണയം എന്നതാണ്, പ്രേമം. എഴുത്തുകാരി C ഗീതാദേവി പുസ്തകം സ്വീകരിച്ചു. കവി ഡോക്ടർ ചേരാവള്ളി ശശി മുഖ്യപ്രഭാഷണം നടത്തി. വള്ളികുന്നം രാജേന്ദ്രൻ പുസ്തകം പരിചയപ്പെടുത്തി. NS സലിംകുമാർ, വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത C, അശോകൻ, M രവീന്ദ്രൻപിള്ള, VV ജോസ് കല്ലട, AG ഹരികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. പ്രകാശനത്തിന് മുന്നോടിയായി കവിയരങ്ങം സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം.